മലപ്പുറം തിരൂരങ്ങാടി സബ് ആർടിഒ ഓഫീസിൽ യുവാവ് അനധികൃതമായി ജോലി ചെയ്തതിൽ ഉദ്യോഗസ്ഥനെതിരെ നടപടി. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പി ബോണിയെ സസ്പെൻഡ് ചെയ്തു. മീഡിയ വൺ വാർത്തയെ തുടർന്നാണ് നടപടി. മീഡിയ വൺ പീക്ക് ഇമ്പാക്ട്. ജനുവരി 1-നാണ് തിരൂരങ്ങാടി സബ് ആർടിഒ ഓഫീസിൽ യുവാവ് അനധികൃതമായി ജോലി ചെയ്യുന്നതായുള്ള വാർത്ത മീഡിയ വൺ പുറത്തുവിട്ടത്. വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ വ്യാജന്മാരെ പൂട്ടുമെന്ന് പുതുതായി ചുമതലയേറ്റ ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു. അതിലൊക്കെ നടപടി ഉണ്ടാകും. ഇനി വ്യാജന്മാരൊന്നും കയറരുത്. കാരണം ഇവിടെ ഇരിക്കുന്ന ആൾ ശുപാർശ കേൾക്കുന്ന ആളല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദയവ് ചെയ്ത് അത്തരം കലാപരിപാടികൾ, വ്യാപകമായ അഴിമതികൾ അതൊക്കെ ദയവ് ചെയ്ത് എന്റെ സുഹൃത്തുക്കളായ ഉദ്യോഗസ്ഥന്മാരും ഏജന്റുമാരും ഒക്കെ നിർത്തണം. സംഭവത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ എസ് ശ്രീജിത്ത് IPS തൃശൂർ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ജെയിംസിനെ ചുമതലപ്പെടുത്തിയിരുന്നു. പ്രാഥമിക അന്വേഷണത്തിൽ തിരൂരങ്ങാടി സബ് ആർടിഒ ഓഫീസിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പി ബോണി അനധികൃതമായി ജോലി ചെയ്ത യുവാവുമായി നേരിട്ട് ഇടപെടുകയും ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ട ജോലികൾ ഇയാൾ ചെയ്തതായി കണ്ടെത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ. അതേസമയം സബ് ആർടിഒ ഓഫീസിൽ അനധികൃതമായി ജോലി ചെയ്ത യുവാവിനെതിരെ ആൾമാറാട്ടത്തിന് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് ലീഗ് തിരൂരങ്ങാടി മണ്ഡലം കമ്മിറ്റി തിരൂരങ്ങാടി പോലീസിലും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകി. പോലീസ് കൃത്യമായി അന്വേഷണം നടത്തി പ്രതിയെ കണ്ടെത്തണം. തിരൂർ സ്വദേശിയായിട്ടുള്ള ഒരാളാണ് 13 വർഷത്തോളമായി ഉദ്യോഗസ്ഥനെന്ന വ്യാജേന ജോലി ചെയ്ത്. അദ്ദേഹം കൃത്യമായ ആൾമാറാട്ടമാണ് നടത്തിയത്. പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ജംഷീർ കൊടിഞ്ഞി, മീഡിയ വൺ, തിരൂർ.